കാണാൻ പറ്റിയ കണ്ണെവിടെയാ ഉമ്മമാരെ? അതിന് പറ്റിയ വീടെവിടെയാ ഉമ്മമാരെ? അതിന് പറ്റിയ ക്യാമ്പസ് എവിടെയാ പെങ്ങളെ? അതിന് പറ്റിയ സ്കൂൾ എവിടെയാ പ്രിയപ്പെട്ട അനുജത്തിമാരെ? അതിന് പറ്റിയൊരു ജീവിതം ഏത് വീട്ടിന്റെ അകത്തളത്തിലാ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത്? അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തആല ബർക്കത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം, നമ്മുടെ ഈ ആയുസ്, നമ്മുടെ ഈ സൃഷ്ടിപ്പ് ഒരു മഹാത്ഭുതമാണ്. അല്ലാഹു തആല പറഞ്ഞത് വെറുതെ അല്ല. വഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. മരണം വരെ ലോകം സംസാരിക്കുമ്പോൾ അതിനുശേഷമുള്ള കാര്യം പറയുന്നവരാണ് മുസ്ലിമീങ്ങൾ. അവരുടെ ജീവിതം തുടങ്ങുന്നത് മരണത്തോടു കൂടിയാണ്. ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. നൈമിഷികമായ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതം, അല്ലെങ്കിൽ ദുഃഖം മാത്രം, അല്ലെങ്കിൽ സുഖം മാത്രം എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോ ഒരിക്കലും അതിന് സ്ഥായി ഭാവമില്ല നമ്മൾ മനസ്സിലാക്കണം. അല്ലേ? ഒരു സന്തോഷത്തിനും സ്ഥായി ഭാവമില്ല, ഒരു ദുഃഖത്തിനും സ്ഥായി ഭാവമില്ല, ഒരു പണത്തിനും സ്ഥായി ഭാവമില്ല, ഒരു അധികാരത്തിനും സ്ഥായി ഭാവമില്ല, ഒരു സൗന്ദര്യത്തിനും സ്ഥായി ഭാവമില്ല, ഒരു ആരോഗ്യത്തിനും സ്ഥായി ഭാവമില്ല, ഒരു രോഗത്തിനും സ്ഥായി ഭാവമില്ല, ഒന്നിനുമില്ല. അടുത്തത് മാറുക. ദുനിയാവിന്റെ അവസ്ഥ അതാ. കണ്ടറിഞ്ഞവരാണ് ഖാദിറുൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വലിയ പവർ ഉള്ളവരാ. വെറുതെ ഇങ്ങനെ റീൽസ് കണ്ട് വിരലുരച്ച് നാളെ അല്ലാഹുവിന്റെ പരലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ, നിന്റെ ജീവിതം മനോഹരമാക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ, രാജാവിനെ പോലെ ഖബറിൽ കിടക്കാൻ, പരലോകത്ത് ഇസ്സത്തോടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പോയി വളരെ ആദരവോടെ ആ കരങ്ങൾ പിടിച്ചൊന്ന് ചുംബിക്കാൻ. ഓ ഉമ്മമാരെ, പെങ്ങന്മാരെ, ഖദീജത്തുൽ കുബ്രാനെ കാണാൻ, ഫാത്തിമത്തു സുറബത്തുൽനെ കാണാൻ, ആസിയ ബീവിയെ കാണാൻ പറ്റിയ കണ്ണെവിടെയാ ഉമ്മമാരെ? അതിന് പറ്റിയ വീടെവിടെയാ ഉമ്മമാരെ? അതിന് പറ്റിയ ക്യാമ്പസ് എവിടെയാ പെങ്ങളെ? അതിന് പറ്റിയ സ്കൂൾ എവിടെയാ പ്രിയപ്പെട്ട അനുജത്തിമാരെ? അതിന് പറ്റിയൊരു ജീവിതം ഏത് വീട്ടിന്റെ അകത്തളത്തിലാ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത്? അല്ലാഹു തആല ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാ പടച്ചോൻ ചോദിച്ചത്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ, ഇത് വെറുതെ അങ്ങ് സൃഷ്ടിച്ചതാണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ ചിന്തിക്കുന്നത്? അതാണ് എന്റെ ചോദ്യമാണ്. ഭയങ്കര നിങ്ങൾ ചിന്തിച്ച മനസ്സുകൊണ്ട് നിങ്ങളെ വെറുതെയാണ് സൃഷ്ടിച്ചതെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഖുർആൻ ഒരു പോയിന്റ് കൂടെ അല്ലാഹു പറയുന്നു, വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഔലിയാക്കന്മാരുടെ റൂട്ട്, അവരുടെ ആ ഒരു ലൈനൊക്കെ ഒന്ന് ചർച്ച ചെയ്യുന്ന സദസ്സിൽ അതൊക്കെ നമ്മൾ ചിന്തിക്കണം.